നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വർഗീയ പരാമർശത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് സജി ചെറിയാൻ. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് മന്ത്രി. വിശദീകരണം. LDF-ൽ നിന്നടക്കം സമ്മർദ്ദം ശക്തമായതിന് പിന്നാലെ മന്ത്രിക്കെതിരെ പ്രമേയവുമായി സമസ്ത. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധനയിൽ നിർണായക കണ്ടെത്തലുമായി ED. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ നടന്നത് വൻ ക്രമക്കേട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിന് ബോർഡ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു. പ്രതികൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടി ഉടൻ തുടങ്ങും. നിർണായക SNDP യോഗം ആലപ്പുഴയിൽ പുരോഗമിക്കുന്നു. NSS ഐക്യം മുഖ്യ ചർച്ചാ വിഷയം. SNDP NSS ഐക്യത്തിൽ വിവാദ പ്രസ്താവനയുമായി സമസ്ത നേതാവ്. ഐക്യം മുസ്ലിം വിരോധത്തിന്റെ പേരിലെന്ന് നാസർ ഫൈസി കൂടത്തായി. സൗഹൃദമുണ്ടാവട്ടെ. കെട്ടിച്ചു കൊടുക്കാൻ പോലും കുടുംബബന്ധം ചേർക്കാൻ പോലും ഐക്യം പ്രകാരം മാറ്റിയെത്തപ്പെടുന്നവർ മുസ്ലിം വെറുപ്പിന്റെ പേരിൽ ഐക്യപ്പെടുന്നത് ശരിയല്ല. ദീപകിന്റെ ആത്മഹത്യയിൽ ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ്. ബസിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. പ്രതി ഷിംജിത ഒളിവിൽ തുടരുന്നു. കുടുംബത്തിന് സഹായധനം കൈമാറി മെൻസ് അസോസിയേഷൻ. അധികാരികൾ ഈ ദൃശ്യങ്ങൾ കാണണം. 2 വർഷമായി ഈ മനുഷ്യൻ താമസിക്കുന്നത് കക്കൂസിൽ. ഗതികേട്. ജീവിച്ചിരുന്ന ഷെഡ് പൊളിഞ്ഞു വീണതോടെ നഗരസഭ ഇടപെട്ട് സദാനന്ദന് വീട് വെച്ച് നൽകണമെന്ന് നാട്ടുകാർ. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം ശക്തം. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളോട് നാട്ടിലേക്ക് മടങ്ങാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. തീരുമാനം സുരക്ഷാ സാഹചര്യം വഷളായതിനെ തുടർന്ന് ഹൈക്കമ്മീഷന്റെ സേവനങ്ങൾ തുടരും. ഗ്രീൻലാൻഡ് വിഷയത്തിൽ യൂറോപ്പും അമേരിക്കയും അകലുന്നു. ഫ്രാൻസിനെതിരെ അധിക ചുങ്ക ഭീഷണിയുമായി ട്രംപ്. ചൈനയെ സ്വാഗതം ചെയ്ത് മാക്രോൺ. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താനെന്ന വാദം ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ്. വാർത്തയിലേക്ക് വിശദമായി. വർഗീയ ചേരിതിരിവിന് വഴിവെക്കുന്ന പരാമർശം പിൻവലിച്ചും ഖേദം പ്രകടിപ്പിച്ചും മന്ത്രി സജി ചെറിയാൻ. CPM നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് പ്രസ്താവന പിൻവലിക്കാൻ സജി ചെറിയാൻ തയ്യാറായത്. ന്യൂനപക്ഷങ്ങൾക്ക് CPM-നോടുള്ള അതൃപ്തി വർദ്ധിപ്പിക്കാൻ മാത്രമേ പരാമർശം ഇടയാകൂവെന്നും തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിക്ക് കാരണമാകുമെന്നുമാണ് CPM വിലയിരുത്തൽ. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും പറഞ്ഞതിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നുമാണ് സജി ചെറിയാന്റെ വിശദീകരണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ന്യൂനപക്ഷങ്ങൾ തങ്ങളെ കൈവിടുകയാണെന്ന ആശങ്ക CPM-നും ഇടതുമുന്നണിക്കും ഉണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആ ആശങ്കയുടെ വ്യാപ്തി കൂട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനെയെങ്കിലും ന്യൂനപക്ഷങ്ങളെ പഴയതുപോലെ അടുപ്പിച്ചു നിർത്താൻ CPM ശ്രമങ്ങൾ തുടങ്ങിയത്. ഭൂരിപക്ഷ വോട്ടുകൾ അനിവാര്യമാണെങ്കിൽ പോലും ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ചും മതേതര ചേരിയിൽ ഉറച്ചു നിന്ന എക്കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ കൂടി അകന്നു പോകുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇടതുമുന്നണിയും CPM എത്തിച്ചേർന്നിരുന്നു. അതിനിടയിലാണ് സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന. NSS SNDP നേതൃത്വം സംയുക്തമായി ഐക്യത്തിലേക്ക് പോകുന്ന ഒരു പ്രസ്താവന നടത്തി. അതിന്റെ രാഷ്ട്രീയ ഗുണം ഇടതുമുന്നണിക്കുണ്ടാകും എന്ന ഒരു ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് അതിന്റെ എല്ലാ ശോഭയും കെടുത്തിക്കൊണ്ട് സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന വന്നത്. തങ്ങൾക്കൊപ്പം പതിറ്റാണ്ടുകളായി നിൽക്കുന്ന മതേതര ചേരി പോലും അകന്നു പോകാൻ തക്ക വർഗീയ സ്വഭാവമുള്ള പ്രസ്താവനയാണ് സജിയുടേതെന്ന് തുടക്കത്തിൽ തന്നെ CPM തിരിച്ചറിഞ്ഞു. മന്ത്രിയെ പൂർണ്ണമായും തള്ളിപ്പറയുകയും എന്നാൽ ചേർത്ത് നിർത്തുകയും ചെയ്യാത്തൊരു സമീപനമാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ സ്വീകരിച്ചത്. പാർട്ടി നിലപാടല്ലെന്ന് പറഞ്ഞുകൊണ്ട് സജിയുടെ പ്രസ്താവനയുള്ള അമർഷം CPM നേരത്തെ തുടക്കത്തിൽ നിന്ന് വ്യക്തമാക്കിയിരുന്നു. അത് തിരിച്ചറിഞ്ഞാണ് സജി ചെറിയ 2ാം ദിവസം തന്റെ പ്രസ്താവന വിശദീകരണവുമായി രംഗത്ത് വന്നത്. പക്ഷേ അത് ആ പ്രസ്താവനയിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം തയ്യാറാകാത്തത് കാര്യങ്ങൾ ഒന്നുകൂടി വഷളാക്കിയിരുന്നു. CPM-നൊപ്പം നിന്നു പോകുന്ന സാമുദായിക സംഘടനകൾ പോലും ഇത് കടുത്ത അമർഷം രേഖപ്പെടുത്തി. INL പോലെ മുന്നണിയിലുള്ള കക്ഷികളും സജി ചെറിയാന്റെ പ്രസ്താവന തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു. അപകടം രൂക്ഷമാണ്. അപകടത്തിന്റെ ആഘാതം
പ്രതീക്ഷയ്ക്കപ്പുറമാകുമെന്ന് തിരിച്ചറിവിലാണ് CPM സജി ചെറിയാനോട് അടിയന്തരമായി പ്രസ്താവന പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത്. സാധാരണഗതി ഇത്തരം പ്രസ്താവനകൾ വരുമ്പോൾ നേതാക്കൾ അത് ഖേദം പ്രകടിപ്പിക്കുക എന്നതാണ് പതിവ്. പക്ഷേ ഖേദം പ്രകടിപ്പിച്ചതിനൊപ്പം ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ടാണ് സജി ചെറിയാൻ തന്റെ മതേതര ബോധം, തന്റെ മതേതര നിലപാടുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്താവന കൂടി പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നത്തിന്റെ പരിഹാരത്തിനുള്ള വഴി തുറന്നിട്ടത്. ഏതായാലും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് CPM വിലയിരുത്തിയ വിഷയത്തിലാണ് ഇപ്പോൾ സജി ചെറിയാന്റെ പ്രസ്താവനയോട് കൂടി CPM മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഇതിനോട് ഈ സാമുദായിക സംഘങ്ങളൊക്കെ പ്രതികരിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും സജി ചെറിയാന്റെ തുടർ പ്രസ്താവനകൾ, തുടർച്ചയായ വിവാദങ്ങൾ, അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല പലപ്പോഴും പുറത്തു വരുന്നത്. സജിയോട് നേരത്തെ തന്നെ നിർദ്ദേശിച്ചതാണ് പ്രസ്താവനകളിൽ, പ്രസംഗങ്ങളിൽ കൃത്യമായ ചിന്തിച്ച് മാത്രമേ പറയാവൂ, എടുത്തിയാടി കാര്യങ്ങൾ പറയുന്ന ഒരു നിർദ്ദേശം നേരത്തെ സജിക്ക് നൽകിയതാണ്. പക്ഷേ വീണ്ടും സജി ചെറിയാൻ CPMനെ വലിയ പ്രതിരോധത്തിലാക്കുന്നത് പതിവായി മാറുകയാണ്. അവിടെയാണ് ഇപ്പോൾ CPMന്റെ കർശന ഇടപെടലിനെ തുടർന്ന് സജി ചെറിയാൻ പ്രസ്താവന തന്നെ പിൻവലിക്കേണ്ട സാഹചര്യമുണ്ടായത്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിൽ പാർട്ടിയും സർക്കാരും നടപടിയെടുക്കണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സജി ചെറിയാന്റെ ഖേദപ്രകടനത്തിനായി വാർത്താക്കുറിപ്പ് മതിയാവില്ല. കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി വർഗീയതയ്ക്ക് തീ കൊളുത്തുകയാണ്. സജി ചെറിയാൻ വിഷയം നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മന്ത്രി സജി ചെറിയാന്റെ വർഗീയ പരാമർശത്തിനെതിരെ പ്രമേയവുമായി സമസ്ത പൈതൃക സമ്മേളനം. മന്ത്രി വർഗീയത വളർത്താൻ ശ്രമിക്കുന്ന ദുശക്തികളുടെ ശബ്ദമെന്നാണ് വിമർശനം. മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ അർഹത നഷ്ടപ്പെട്ട വ്യക്തിയാണ്. ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. സജി ചെറിയാൻ മാപ്പ് പറയണമെന്നും പ്രമേയത്തിൽ പറയും. സമാധാനത്തിനും സാഹോദര്യത്തിനും കേളുകേട്ട കേരളക്കരയിൽ വർഗീയത വളർത്തുവാൻ ശ്രമിക്കുന്ന ദുശക്തികളുടെ ശബ്ദമായി മാറുന്ന സജി ചെറിയാൻ മതേതര പ്രദേശത്ത് മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹത നഷ്ടപ്പെട്ട വ്യക്തിയാണെന്നും കേരളീയരെ അപമാനിച്ചിട്ടുള്ള തന്റെ പ്രസ്താവന പിൻവലിച്ച് കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. വിവാദ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. ഐക്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ താൻ നടത്തിയ ഉദാഹരണത്തിൽ വെള്ളാപ്പള്ളി നടേശനോടും G സുകുമാരൻ നായരോടും ഖേദം പ്രകടിപ്പിക്കുന്നു. NSSും SNDPയും ഐക്യപ്പെടുന്നതിൽ വിരോധമില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ അത് ഇതര മതങ്ങൾക്ക് എതിരാകരുതെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. ഒരു ഉദാഹരണം സാങ്കല്പികമായിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അതൊരു നേതാവിന്റെ സംഘടനയുടെ മറ്റൊരു സംഘടനയുടെ നേതാവിന്റെ മകളെ വിവാഹം ചെയ്തുകൊണ്ട് മാതൃക കാണിക്കണമെന്ന് പറഞ്ഞ പരാമർശം സ്വാഭാവികമായിക്കൊണ്ടും രണ്ട് വ്യക്തികളിലും അല്ലെങ്കിൽ വിവാഹത്തിലും കേന്ദ്രീകരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് എല്ലാ ഉദാഹരണങ്ങളും സൂട്ടാകുന്നമെന്നില്ല. ഈ ഉദാഹരണം ശരിക്കും യഥാർത്ഥത്തിൽ അവിടെ പറയരുതായിരുന്നു. ഈ ഉദാഹരണം അവിടെ ശരിയായിട്ടില്ല. കാരണം ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. രണ്ട് സമുദായത്തോടും രണ്ട് സമുദായത്തിന്റെ നേതാക്കന്മാരോടും ഖേദം പ്രകടിപ്പിക്കുന്നു. വെള്ളാപ്പള്ളി നടേശന് മകനുണ്ടെങ്കിൽ സുകുമാരൻ നായരുടെ മകളെ വിവാഹം കഴിച്ച് മാതൃക കാണിക്കുമോ എന്നും ഐക്യം അവിടെ നിന്ന് ഉണ്ടാകട്ടെ എന്നുമായിരുന്നു നാസർ ഫൈസിയുടെ വിവാദ പരാമർശം. സ്വന്തം ഈഴവജാതിക്കാരനാണ് വെള്ളാപ്പള്ളിയെങ്കിൽ തങ്ങൾക്കില്ലെങ്കിലും സങ്കല്പിച്ചുകൊണ്ട് പറയട്ടെ, താങ്കളുടെ ഒരു മകൻ താങ്കൾ സൗഹൃദത്തോടുകൂടി പറയുന്ന NSS, ഞങ്ങൾക്കെതിരില്ല, NSS ആവാം, NSSന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ട് മാതൃക സ്ഥാപിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളിക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ്. ഐക്യം അവിടെ നിന്നുണ്ടാവട്ടെ, സൗഹൃദമുണ്ടാവട്ടെ. കെട്ടിച്ചു കൊടുക്കാൻ പോലും, കുടുംബബന്ധം ചേർക്കാൻ പോലും ഐത്തം പ്രകാരം മാറ്റിനിർത്തപ്പെടുന്നവർ മുസ്ലിം വെറുപ്പിന്റെ പേരിൽ ഐക്യപ്പെടുന്നത് ശരിയല്ല. എല്ലാവരും ഐക്യപ്പെടണം, ജാതി പറയരുത്, ജാതി ചിന്തിക്കരുത്, എന്നൊരുമിച്ച് കൊണ്ടു നിൽക്കണമെന്ന് പറയുന്നവരാണ്. NSSുമായുള്ള ഐക്യത്തെക്കുറിച്ച് നിലപാട് സ്വീകരിക്കാൻ SNDPയുടെ നിർണായക യോഗം ആലപ്പുഴയിൽ ചേരുകയാണ്. യോഗത്തിൽ മുഴുവൻ യൂണിയൻ ഭാരവാഹികളും പങ്കെടുക്കുന്നുണ്ട്. യോഗ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും NSSുമായുള്ള തുടർ ചർച്ചകൾ. ഉച്ചയ്ക്ക് ശേഷം BDJS യോഗവും ചേരുന്നുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, എങ്ങനെ ഐക്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ വളരെ നിർണായകമാണ് ഇന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ. യോഗം എങ്ങനെ പുരോഗമിക്കുന്നു?
തീർച്ചയായിട്ടും രേണുക, പ്രത്യേകിച്ച് SNDPയും NSSനെ സംബന്ധിച്ച് നിർണായകമായൊരു തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള യോഗമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ SNDP യൂണിയന്റെ ഇന്ത്യയിലെ തന്നെ മുഴുവൻ ഭാരവാഹികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രമേയം അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ പാസ്സാക്കുമെന്നുള്ള വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും യോഗം പുരോഗമിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് NSSുമായി ചേർന്നാൽ എന്ത് നിലപാടുകൾ കൈക്കൊള്ളണമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. അതായത് യൂണിയൻ ഭാരവാഹികളുമായുള്ള ചർച്ചയാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. അതിൽ തന്നെ രണ്ട് സാമുദായിക സംഘടനകൾ ഒരുമിച്ച് ചേരുമ്പോൾ കൈക്കൊള്ളേണ്ട നിലപാടുകൾ, ഒപ്പം തന്നെ അതിനകത്ത് ചില നിലപാടുകൾക്ക് മേൽ സ്വീകരിക്കേണ്ട വിട്ടുവീഴ്ചകൾ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ NSSുമായി ചേർന്ന് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു. മാത്രമല്ല NSSുമായി ചേർന്ന് പോകും എന്ന്, ഹിന്ദു ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് വെള്ളാപ്പള്ളി പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ NSS ജനറൽ സെക്രട്ടറി ഇതിന് സ്വാഗതം ചെയ്തുകൊണ്ട് സുകുമാരൻ നായരും രംഗത്ത് വന്നു. അതോടുകൂടിയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു കൂടിച്ചേരലിലേക്ക് ഉള്ള ഒരു വഴി തുറന്നത്. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ഈ SNDPയുടെ യോഗം തീർച്ചയായും നിർണായകമായൊരു യോഗമാണ്, രാഷ്ട്രീയ പ്രാധാന്യമുള്ള യോഗമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന ഒരു നിർണായകമായ ഒരു യോഗം എന്ന് തന്നെ നമുക്കിതിനെ പറയാം. 21 ഈ യോഗത്തിന് ശേഷം വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് NSSും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ചേർന്ന യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങളും അഭിപ്രായങ്ങളുമായി ആകും NSSനെ SNDP സമീപിക്കുക. ഇരു കൂട്ടരും ഇരുന്ന് കൈക്കൊള്ളുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച വരികൾ ഇതായിരുന്നു: നായാടി മുതൽ നസ്രാണി വരെ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിലൊരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ വെള്ളാപ്പള്ളി ഈ കൂട്ടായ്മയെ പറഞ്ഞിരുന്നു. മാത്രമല്ല, സഭകളുമായി ബന്ധപ്പെട്ട് സഭാ അധ്യക്ഷന്മാരെ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ആ കൂടിക്കാഴ്ചകൾ നേരത്തെ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് NSSുമായി ചേർന്ന് ഒരുമിച്ച് കൂടിച്ചേർന്ന് ഹിന്ദു ഐക്യം എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഒരുമിച്ച് കൂടിച്ചേരേണ്ട ഒരു അനിവാര്യതയുണ്ട് എന്നുള്ളതടക്കം പറഞ്ഞത്. എന്തായാലും ഇരു നേതാക്കന്മാരും കോൺഗ്രസ് വിരുദ്ധ ഒരു സമീപനം അവർ പ്രത്യക്ഷത്തിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് VD സതീശനെതിരെ കർശനമായ ഒരു എതിർപ്പ് ഇരു നേതാക്കന്മാരുടെയും ഭാഗത്ത് നിന്ന്, സാമുദായിക നേതാക്കന്മാരുടെയും വാക്കുകൾ പ്രകടമാണ്. അത്തരം കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ഉള്ള ഒരു ഇടപെടൽ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം വെള്ളാപ്പള്ളി നടേശൻ ഇത്തരമൊരു കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് ധ്രുവങ്ങൾ നിന്നിരുന്ന സാമുദായിക സംഘടനകൾ ഐക്യത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടി, അതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്ന പ്രത്യേകത കൂടി ഈ യോഗങ്ങൾക്കുമുണ്ട്. ഈ യോഗങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് BDJSന്റെ യോഗം കൂടി വിളിച്ചു ചേർത്തിട്ടുണ്ട്. BDJS മീറ്റിംഗ് സംസ്ഥാന കൗൺസിലാണ് ഇവിടെ ചേരുന്നത്. NDAയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ NDAയുമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അതൃപ്തി ഉണ്ടാകുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. NDA വിടണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ പരസ്യമായി പറയുന്നൊരവസ്ഥ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന BDJS സംസ്ഥാന കൗൺസിലും പ്രാധാന്യം അർഹിക്കുന്നു. രേണുക, ശരി, അങ്ങനെ വളരെ പ്രാധാന്യമുള്ള 2 യോഗങ്ങളാണ് അവിടെ നടക്കുന്നത്. ശരണ്യ സ്നേഹജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ പോയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇക്കാര്യം ചോദ്യം ചെയ്യലിനിടെ SITയോട് വിശദീകരിച്ചിട്ടുണ്ട്. താൻ പോയത് രഹസ്യമായല്ല, പോലീസ് അകമ്പടിയോടെയാണ്. അന്നത്തെ പോറ്റിയല്ല ഇന്നത്തെ പോറ്റിയെന്നും സന്നിധാനത്ത് പോയപ്പോഴെല്ലാം പോറ്റിയെ കണ്ടിട്ടുണ്ടെന്നും കടകംപള്ളി പറഞ്ഞു. പോറ്റിയുടെ വീട്ടിൽ വന്നിരുന്നുവെന്ന അയൽവാസിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് വിശദീകരണവുമായി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നത്. ഞാൻ ഈ പോറ്റിയുടെ വീട്ടിൽ വർഷമൊന്നും എനിക്ക് ഓർമ്മയില്ല, 17, 18, 19 ആ ഒരു കാലത്ത് എപ്പോഴും ആണ്. അത് കൃത്യമായിട്ടും അറിയണമെങ്കിൽ അത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത്. ആ സമയം ആ കാലത്ത് എപ്പോഴോ ഒരിക്കൽ ശബരിമല പോകുന്ന വഴി, ശബരിമല പോകുന്നു എന്നുള്ള കാര്യം, അന്ന് പോകുന്നു എന്നുള്ള കാര്യം പോറ്റി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അന്ന് ആ വീട്ടിൽ നടക്കുന്നൊരു ചെറിയ ചടങ്ങുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ചടങ്ങിൽ എന്നെ പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ നല്ല ഒരു നിർബന്ധം വന്നപ്പോൾ ഇന്നത്തെ പോറ്റിയല്ല അന്നത്തെ പോറ്റിയെക്കുറിച്ച് എനിക്ക് വലിയ ബഹുമാനവും അതുപോലെ തന്നെ ഒരു ശരിയായിട്ടുള്ള അയ്യപ്പ ഭക്തനും എന്നുള്ള നിലയിലാണ് ഞാൻ പോറ്റിയെ കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ
ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പോയി. ഞാൻ സ്വകാര്യമായിട്ട് പോയതല്ല, രഹസ്യമായിട്ട് പോയതല്ല. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ്, ഒന്നോ രണ്ടോ പോലീസ് ജീപ്പ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് ആ വീട്ടിൽ പോയത്. ആ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങ് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഏതോ കുട്ടിയുടെ ചടങ്ങാണെന്നാണ് എൻ്റെ മനസ്സിൽ അന്നും ഇപ്പോഴൊക്കെ പറയുന്നത്. ഞാൻ കരുതുന്നതും അങ്ങനെയാണ്. ആ ചടങ്ങിൽ പങ്കെടുത്ത് അവിടുന്ന് ഭക്ഷണവും കഴിച്ചാണ് ഞാൻ ശബരിമലയ്ക്ക് പോയത്. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ വൻ ക്രമക്കേട് കണ്ടെത്തി ഇഡി. തട്ടിപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു. സ്വർണ്ണ കവർച്ചയിലൂടെ പോറ്റി വൻ സ്വത്ത് സമ്പാദനം നടത്തി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നിർണായക രേഖകളാണ് ഇഡി പിടിച്ചെടുത്തത്. പ്രതികൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ ഇഡി ഉടൻ കണ്ടുകെട്ടും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനകൾക്ക് ശേഷം അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനമായും തന്നെ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചെടുത്ത രേഖകളുടെ സൂക്ഷ്മ പരിശോധനകളടക്കമാണ് പൂർത്തീകരിക്കുന്നത്. ഇന്ന് പുലർച്ചെ വരെയാണ് പരിശോധന നീണ്ടുനിന്നത്. 21ഓളം കേന്ദ്രങ്ങൾ, ഏതാണ്ട് 8ഓളം സ്ഥാപനങ്ങളിലടക്കം, വ്യക്തികൾ ഉൾപ്പെടെ 8ഓളം സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 21ഓളം കേന്ദ്രങ്ങളിലാണ് പരിശോധനകൾ നടന്നത്. അതുകൊണ്ട് പിടിച്ചെടുത്ത വിവരങ്ങൾ, നിരവധിയായ വിവരങ്ങളുണ്ട്. ഇത് സൂക്ഷ്മമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കമ്പ്യൂട്ടറുകളടക്കം, ലാപ്ടോപ്പുകളടക്കം പിടിച്ചെടുത്തവയിൽ പെടുന്നുണ്ട്. പ്രധാനമായും കള്ളപ്പണ ഉപയോഗം ഈ ഇടപാടിലൂടെ നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രാഥമികമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. 11ഓളം പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ കാര്യങ്ങൾ, ഇവരുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ഇതാണ് കൂടുതലായും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതോടൊപ്പം തന്നെ SITയുടെ നിരീക്ഷണത്തിൽ പെടാതെ പോയവരുണ്ട് എന്ന നിഗമനവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. ED ആ രീതിയിലുള്ള വിലയിരുത്തലുകളും നടത്തിയിട്ടുണ്ട്. ഇവരുടെ അക്കൗണ്ടുകൾ, അതോടൊപ്പം ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചില സ്ഥാപനങ്ങളുണ്ട്. ഇവ കൂടുതലായിട്ട് തന്നെ പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇനിയുള്ളൊരു തുടർ നടപടികൾ, ഇവരെ ചോദ്യം ചെയ്യുക, മറ്റ് നടപടികളിലേക്ക് നീങ്ങുക, ഇതെല്ലാം തന്നെ കോടതിയുടെ അംഗീകാരത്തോടെ, അനുമതിയോടുകൂടി മാത്രമേ നടത്തുള്ളൂ. കൊല്ലം സെഷൻസ് കോടതിയിലാണ് ഇതിനായുള്ള അനുമതി അടക്കമുള്ള അപേക്ഷകൾ ഉള്ളത്. ഈ പിടിച്ചെടുത്ത രേഖകളുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ ഇതിൽ ചിലത് വ്യാജ രേഖകളുണ്ടോ എന്ന സംശയവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അവരത് പരിശോധിക്കുന്നത് ചില കാര്യങ്ങൾ നടത്തിൽ വരുത്തുന്നതിന്, ചില അനുമതികൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കപ്പെടുകയാണ്. ഒപ്പം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലെല്ലാം തന്നെ പ്രാഥമികമായി ഈ EDയുടെ ഒരു നടപടി എന്ന് പറയുന്നത് PMLA വകുപ്പ് പ്രകാരമുള്ളൊരു നടപടികളുടെ ഭാഗമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുക എന്നതടക്കമുള്ള നടപടികളുണ്ട്. അതിലേക്കുള്ള പ്രാഥമിക നീക്കം തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ പത്മകുമാരൻ്റെയും അതോടൊപ്പം തന്നെ N. വാസുവിൻ്റെയും അടക്കമുള്ള പ്രതികളുടെ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടക്കുന്നത്. അവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാനും അതോടൊപ്പം തന്നെ അത് കണ്ടുകെട്ടുക, തിരിച്ചു പിടിക്കുക തുടങ്ങിയ അടക്കമുള്ള നടപടികൾ ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇത് കൈമാറ്റം ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മരവിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. അത് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നൊരു വിവരമാണ് EDയിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലേക്ക് കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിൻ്റെ തുടക്കമാണ് കഴിഞ്ഞ ദിവസം പരിശോധനകളടക്കം നടന്നത്. ഇനി വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ തന്നെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ EDയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകും. ഏതായാലും അന്വേഷണം തുടരുകയാണ്. പരിശോധനകൾക്ക് ശേഷമുള്ള വിലയിരുത്തലുകളിലേക്കും ED കടന്നിരിക്കുന്നു. ഡാനിപ്പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ സ്വത്ത് കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ED കടക്കുന്നു എന്നതാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടന്നിട്ടും മുഴുവൻ പ്രതികളിലേക്ക് എത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുൻ ദേവസ്വം മന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും ചോദ്യം ചെയ്തത് രഹസ്യമാക്കി വെച്ചു. കടകംപള്ളി സുരേന്ദ്രൻ കൂടുതൽ കാര്യങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഓർമ്മക്കുറവല്ല, മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നിട്ടും മുഴുവൻ പ്രതികളിലേക്കും എത്തിയിട്ടില്ല. ഹൈക്കോടതി ആവർത്തിച്ച് പറയേണ്ടതായിട്ട് വന്നു. ചിലരെയൊക്കെ മന്ത്രിമാരായിരുന്നവർ, ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുണ്ടായിരുന്നവർ, അവരെയൊക്കെ
ചോദ്യം ചെയ്തത് പരമരഹസ്യമായിട്ടാണ്. എന്താണ് ആ ചോദ്യം ചെയ്യലിൽ നിന്ന് വെളിവാക്കപ്പെട്ട കാര്യങ്ങൾ? ചോദ്യം ചെയ്യലിനെ മുൻ മന്ത്രി വിശേഷിപ്പിച്ചത് അഭിമുഖമെന്നാണ്. ആ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കണം. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം അവരുടെ മേലുണ്ട്. ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും ഞങ്ങളെതിരല്ല. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം സമ്മതിക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഓർമ്മ കുറവുണ്ടെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ചിലതും അദ്ദേഹം മറയ്ക്കാനും ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത്. സമൂഹ മാധ്യമത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ്. ബസിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതിനു പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഒളിവിൽ തുടരുന്ന പ്രതി ഷിംജിത സംസ്ഥാനം വിട്ട് പുറത്തു പോയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതിനിടെ രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ മെൻസ് അസോസിയേഷൻ ദീപകിന്റെ വീട്ടിലെത്തി കുടുംബത്തിന് സഹായധനം കൈമാറി. ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഷിംജിത മുസ്തഫ ഇപ്പോഴും ഒളിവിൽ തന്നെ കഴിയുകയാണ്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമായി നടത്തുന്നു. കേരളത്തിന് പുറത്താണ് ഇവരെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഒപ്പം മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഷിംജിത എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. കോടതിയിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത ശേഷം മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ എന്ന സൂചനയാണ് ലഭിക്കുന്നത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ബന്ധുക്കളെ വിളിച്ചാലും ഇവരെക്കുറിച്ച് കാര്യമായി വിവരം അറിയാൻ കഴിയുന്നില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇന്നലെ ഈ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ ബസ്സിൽ നിന്നും ഉള്ളത് പുറത്തു വന്നിരുന്നു. വലിയ തിരക്കേറിയ ബസ്സാണ്. ഒപ്പം ഈ സംഭവം നടക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് ശേഷമോ മറ്റു യാത്രക്കാരോട് ആരോടും ഈ കാര്യത്തെക്കുറിച്ച് ഇവർ സംസാരിച്ചിരുന്നില്ല എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ബസ് ജീവനക്കാരുടെ മൊഴി ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ഒപ്പം ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സഹയാത്രികരായ ആളുകളെ കണ്ടെത്താനുള്ള നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ വേണമെങ്കിൽ ഈ ഷിംജിതയുടെ മൊബൈൽ ഫോൺ കണ്ടെടുക്കേണ്ടതുണ്ട്. ഇതിൽ പൂർണ്ണ തോതിൽ ദൃശ്യങ്ങൾ പകർത്തുകയാണോ അല്ലെങ്കിൽ ഈ പുറത്തുവിട്ട ദൃശ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന പരിശോധന നടത്തണം. ഒരുപക്ഷെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചതാവാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ആദ്യത്തെ ദൃശ്യങ്ങൾ വിട്ടതിന് തൊട്ട് പിന്നാലെ തന്നെ ഇവർ വളരെ വിശദമായ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള മറ്റൊരു വീഡിയോയും പുറത്തുവിട്ടിരുന്നു. എന്തായാലും സമൂഹമാധ്യമ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫോൺ കണ്ടെടുക്കുക എന്നത് കേസിൽ ഏറെ നിർണായകമാണ്. ഇതിനിടെയാണ് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നും വലിയ പിന്തുണയുമായി നിരവധി ആളുകൾ ഈ ദീപകിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. മെൻസ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് വേണ്ടി വാദിക്കുന്ന രാഹുൽ ഈശ്വർ അടക്കമുള്ള ആക്ടിവിസ്റ്റുകൾ ഇന്ന് ദീപകിന്റെ വീട്ടിലെത്തിയിരുന്നു. 3,17,000 രൂപ മാതാപിതാക്കൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. നേരത്തെ 1 ലക്ഷം രൂപയാണ് നൽകിയിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തുക നൽകിയിരിക്കുന്നു. ഇനിയും കൂടുതൽ സഹായം കുടുംബത്തിന് നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം പുരുഷന്മാർക്ക് ഏത് സമയം പരാതിപ്പെടുന്നതിനുള്ള മെൻസ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉടൻ ക്രമീകരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. ദീപകിന്റെ ഓർമ്മ നിലനിർത്താൻ ദീപകിന്റെ സ്മരണാർത്ഥം 24 hours ലഭ്യമായ ഒരു ഹെൽപ്പ് ലൈൻ ഞങ്ങൾ അതിന്റെ വിഷയങ്ങൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ സെറ്റപ്പ് ചെയ്യും. 24 മണിക്കൂറും ഏതു പുരുഷനും വിളിച്ചാൽ കിട്ടാൻ സാധിക്കുന്ന മൊബൈൽ ഫോൺ, ലാൻഡ് ലൈൻ നമ്പർ അല്ല. പലപ്പോഴും ലാൻഡ് ലൈൻ നമ്പർ ഗവൺമെന്റ് ഒന്നും വർക്ക് ചെയ്യാറില്ല. പുരുഷന്മാർക്ക് ലഭിക്കാൻ കിട്ടുന്ന ഒരു നമ്പർ വാട്സപ്പ്. അതിൽ വിളിക്കുമ്പോൾ പുരുഷന്മാർക്ക് ആദ്യഘട്ടത്തിൽ തീർച്ചയായിട്ടും, അതായത് അവർ സംസാരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് അവരെ ഒരു ലോയറുടെ അടുത്തേക്ക്, ഒരു ഡോക്ടറുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ലൈഫ് കോച്ചും ലീഗൽ കോച്ചിലേക്കും സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ടുണ്ട്. അതിന് വ്യത്യസ്ത സംഘടനകളോട്, MRF അടക്കമുള്ള സംഘടനകളോട് സഹകരിച്ച് നമ്മൾ പോകുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപകിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന് 2 നാൾ മുമ്പ് കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്കിടെ ബസ്സിൽ വെച്ച് അപമര്യാദയിൽ പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി യുവതി വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോ കണ്ട ശേഷമുള്ള മാനസിക സമ്മർദ്ദമാണ് ദീപകിനെ മരണം തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചെന്ന ആരോപണമാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സമൂഹമാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത യുവതിക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും അതിനെ തുടർന്നാണ് പിന്നീട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തത്. റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്നു. ഇന്ന് 2 തവണയാണ് വില കൂടിയത്. ഒരു പവന് ആകെ 5,480 രൂപ വർദ്ധിച്ച് 1,15,320 രൂപയിലെത്തി. ഗ്രാമിന് 14,415 രൂപയാണ് ഇന്നത്തെ വില. ഇന്നലെ 3 തവണയാണ് സ്വർണ്ണവില കൂടിയത്. അജയ് സുധ ബിജു വിവരങ്ങളുമായി ചേരുന്നു.
അജയ്, റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില മുകളിലേക്ക് കുതിക്കുന്നു, അതിന്റെ ഒരു തുടർച്ച തന്നെയാണ്. പക്ഷേ ഇന്ന് 2 തവണ ഈ രീതിയിൽ വില വർധനയ്ക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താണ്? അന്താരാഷ്ട്ര തലത്തിലൊക്കെയുള്ള ഏതെങ്കിലും ചലനങ്ങളാണോ ഇതിലേക്ക് വഴിവെച്ചത്? രേണുക, ഇപ്പോൾ ഈ US ഡോളറിലുണ്ടാകുന്ന ഒരു അനിശ്ചിതത്വം, അതുപോലെ തന്നെ ലോക മാർക്കറ്റിലുള്ള പലതരം പ്രശ്നങ്ങൾ, ഇതെല്ലാമാണ് സ്വർണ്ണവിലയിലുള്ള ഇത്തരം ഒരു വർധനവിന് കാരണമായിട്ടുള്ളത്. ഇപ്പോൾ US ഇപ്പോൾ ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. യൂറോപ്യൻ യൂണിയന് നേരെ കടുത്ത ഉപരോധങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കാരണം ഡോളർ ഒരു സുരക്ഷിത നിക്ഷേപമല്ല എന്ന് പലർക്കും തോന്നുകയും അതിന് പകരം സ്വർണത്തിലും വെള്ളിയിലും നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. ഇത് കാരണമാണ് ഇപ്പോൾ 2 ദിവസത്തിനിടെ സ്വർണത്തിനും വെള്ളിക്കും ഇത്രയധികം ഒരു വർധനവ് ഉണ്ടാകാനുള്ള ഒരു കാരണം. ഇന്നലെ സ്വർണ്ണവിലയിൽ 3 തവണയാണ് വർധനവുണ്ടായത്. 3 തവണയായി മൊത്തത്തിൽ 3160 രൂപയാണ് ഇന്നലെ വൈകുന്നേരത്തോടെ വർദ്ധിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടെ സ്വർണത്തിൻ്റെ വില 1,10,400 രൂപയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഇന്ന് അതും കടന്ന് ഏതാണ്ട് 5,480 രൂപയാണ് ഇന്ന് ഉച്ചയോടെ തന്നെ വർദ്ധിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ ഒരു വലിയ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. രാവിലെ 3,680 രൂപ കൂടി സ്വർണത്തിൻ്റെ വില 1,13,520 ആയതായിരുന്നു. ഉച്ചയോടെ അത് വീണ്ടും ഏതാണ്ട് 2,000-നടുത്ത് വീണ്ടും വർധനവ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇന്ന് കൂടിയത് 5,480 രൂപയാണ്. നിലവിൽ സ്വർണത്തിന് 1 പവൻ്റെ വില 1,15,320 രൂപയായിട്ടുണ്ട്. 1 ഗ്രാമിൻ്റെ സ്വർണ്ണവില എന്ന് പറയുന്നത് 14,415 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ പണിക്കൂലി എല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു വലിയ തുക തന്നെ സ്വർണത്തിൻ്റെ നിലവിൽ ഇപ്പോൾ ഇന്ത്യയിലെ മാർക്കറ്റിൽ വില വരും. 18 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിലയും ഇതിൻ്റെ നിരക്കിൽ കൂടിയിട്ടുണ്ട്. 18 ക്യാരറ്റിന് 1 പവൻ 95,360 രൂപയാണ്. ഗ്രാമിന് 11,920 രൂപയും ആണ്. വെള്ളിക്കും വില ഇപ്പോൾ അനിയന്ത്രിതമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ 1 ഗ്രാം വെള്ളിക്ക് 225 രൂപയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ 1 ഗ്രാമിന് 300 രൂപയും കടന്ന് 330 രൂപയിലെത്തിയിട്ടുണ്ട് 1 ഗ്രാം വെള്ളിക്ക്. വെള്ളിക്കും ഇത്തരത്തിൽ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഇലക്ട്രിക് കണ്ടക്ടറുകൾ, അതുപോലെ തന്നെ ഈ സോളാർ വൈദ്യുതി നിലയങ്ങൾ എന്നിവയിലെല്ലാം ഈ വെള്ളിയുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ നിരവധി നിരത്തിലിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വെള്ളിയുടെ ഉപയോഗം ഒരു നിർണായക ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് വെള്ളിക്കും ഇപ്പോൾ വില വർദ്ധിക്കുന്നത്. അതുകൊണ്ട് സ്വർണം പോലെ തന്നെ വെള്ളിയും ഒരു സുരക്ഷിത നിക്ഷേപമായി പലരും കണക്കാക്കുന്നു. അപ്പോൾ വെള്ളിയിലും നിക്ഷേപിക്കുന്ന ആളുകളുടെ എണ്ണവും നിലവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അജയ്, സുധാ ബിജു ആണ് എന്താണ് സ്വർണ്ണവില വർധനയ്ക്കുള്ള ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്നത് വിശദീകരിച്ചത്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ ട്രംപ് കടുംപിടുത്തം വിടാത്തതോടെ അകലുകയാണ് യൂറോപ്പും അമേരിക്കയും. അമേരിക്ക മുന്നോട്ട് വെച്ച ബോർഡ് ഓഫ് പീസിൽ അംഗമാകാനില്ലെന്ന് പറഞ്ഞ ഫ്രാൻസിനെതിരെ 200% അധികം ചുങ്കം നികത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. പിന്നാലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അയച്ച സ്വകാര്യ സംഭാഷണം ട്രംപ് പരസ്യമാക്കി. ഗ്രീൻലാൻഡിനെയും കാനഡയെയും ഉൾപ്പെടുത്തിയ US മാപ്പും ട്രംപ് പങ്കുവച്ചു. യൂറോപ്പിലേക്ക് ചൈനയെ സ്വാഗതം ചെയ്താണ് മാക്രോൺ ട്രംപിന് ചെക്ക് വെച്ചത്. US ഭീഷണിക്ക് പിന്നാലെ നാറ്റോ സഖ്യം ഗ്രീൻലാൻഡിൽ സൈനിക വിന്യാസവും അഭ്യാസവും നടത്തുകയാണ്. അതേസമയം US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ 1ാം വാർഷികത്തിൽ ഇന്ത്യ പാക് യുദ്ധം താൻ അവസാനിപ്പിച്ചെന്ന വാദം ട്രംപ് ആവർത്തിച്ചിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് അമേരിക്കയുടെ അവിഭാജ്യ ഘടകമാണെന്നും റഷ്യയോ ചൈനയോ കടന്നു കയറുന്നതിന് മുമ്പ് US-ന്റെ ഭാഗമാക്കണമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. നാറ്റോ സഖ്യകക്ഷിയായ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ നീക്കത്തെ അതിശക്തിയായാണ് യൂറോപ്യൻ രാജ്യങ്ങൾ എതിർക്കുന്നത്. അനുകൂല നിലപാട് സ്വീകരിക്കാത്ത UK, ഫ്രാൻസ്, ജർമ്മനി, ഡെൻമാർക്ക് തുടങ്ങി 8 രാജ്യങ്ങൾക്ക് മേൽ 10% അധിക ചുങ്കവും US പ്രഖ്യാപിച്ചു. ഇതോടെ നാറ്റോ സഖ്യം തന്നെ തകരുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗാസ അടക്കമുള്ള യുദ്ധബാധിത പ്രദേശത്ത് സമാധാനം ഉറപ്പാക്കാനെന്ന പേരിൽ ട്രംപ് ബോർഡ് ഓഫ് പീസ് എന്ന സമിതി ഉണ്ടാക്കി ലോകരാജ്യങ്ങളെ അംഗങ്ങളാകാൻ ക്ഷണിക്കുന്നത്. വൈറ്റ് ഹൗസ് ഒഴിഞ്ഞാൽ പോലും ട്രംപ് തന്നെയായിരിക്കും സമിതിയുടെ ചെയർപേഴ്സൺ. സ്വാഭാവികമായും ഫ്രാൻസ് ബോർഡ് ഓഫ് പീസിലേക്കുള്ള ക്ഷണം നിരസിച്ചു. അംഗമാകുമോ എന്ന കാര്യത്തിൽ ഇന്ത്യ നിലപാട് അറിയിച്ചിട്ടില്ല. ക്ഷണം നിരസിച്ച ഫ്രാൻസിന്റെ വൈനിനും ഷാംപെയിനും 200% അധിക നികുതിയാണ് ട്രംപ് പിന്നാലെ പ്രഖ്യാപിച്ചത്. മാക്രോൺ സ്വകാര്യമായി അയച്ച സംഭാഷണവും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പങ്കുവച്ചു. ഗ്രീൻലാൻഡ് വിഷയത്തിൽ US-ന്റെ നിലപാട് മനസ്സിലാകുന്നില്ലെന്നും
പാരീസിലിരുന്ന് എല്ലാം പരിഹരിക്കാമെന്നുമായിരുന്നു മാക്രോണിന്റെ സന്ദേശം. അമേരിക്ക വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടെടുത്തതിന് പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഗ്രീൻലാൻഡിൽ നാറ്റോ സഖ്യത്തെ വിന്യസിച്ചു കഴിഞ്ഞു. സൈനിക അഭ്യാസങ്ങളും നടക്കുന്നുണ്ട്. ഇതിനു പുറമെ വേൾഡ് എക്കണോമിക് ഫോറത്തിലെ പ്രസംഗത്തിൽ ചൈനയെ യൂറോപ്പിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇമ്മാനുവൽ മാക്രോൺ. അമേരിക്കയോട് സന്ധിയില്ല എന്ന് തന്നെ ഉറപ്പിച്ച മട്ടാണ് ഫ്രാൻസ്. അതേസമയം US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും എത്തിയതിന്റെ 1ാം വാർഷികത്തിൽ ഇന്ത്യ പാക് യുദ്ധം താൻ അവസാനിപ്പിച്ചെന്ന വാദം ആവർത്തിച്ചിരിക്കുകയാണ് ട്രംപ്. കൂടാതെ തന്റെ നേതൃത്വം മൂലമാണ് നാറ്റോ നിലനിൽക്കുന്നതെന്നും താനില്ലായിരുന്നെങ്കിൽ സഖ്യം തകരുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ ട്രംപിനെതിരെ ഗ്രീൻലാൻഡിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അയത്തുള്ള അലി ഖമനേയ്ക്കെതിരായ ഏതൊരാക്രമണവും ജിഹാദ് ആഹ്വാനത്തിന് കാരണമാകുമെന്ന് ഇറാൻ പാർലമെന്റിന്റെ ഭീഷണി. ഇത് ഇസ്ലാമിക ലോകവുമായുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനിടെ പ്രതിഷേധക്കാർ 72 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങണമെന്ന് ഇറാന്റെ ദേശീയ പോലീസ് മേധാവി അഹമ്മദ് റിസ റാദൻ അന്ത്യശാസനം നൽകി. ഇറാനിലെ പ്രതിഷേധങ്ങൾ 1 മാസം പിന്നിടുന്നതിനിടെയാണ് വൻ കലാപാഹ്വാനവുമായി ദേശീയ സുരക്ഷാ പാർലമെന്റ് രംഗത്തെത്തിയത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയ്ക്കെതിരായ ഏതൊരാക്രമണവും ജിഹാദ് ആഹ്വാനത്തിന് വഴിവെക്കുമെന്നാണ് ഭീഷണി. ഇറാനിയൻ സ്റ്റുഡൻസ് ന്യൂസ് ഏജൻസിയാണ് വിവരം പുറത്തുവിട്ടത്. അലി ഖമനേയ്ക്കെതിരായ ആക്രമണം ഇസ്ലാമിക ലോകത്തോടുള്ള ആക്രമണമായി കണക്കാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇത് ലോകം മുഴുവൻ വ്യാപിക്കുന്ന വിശുദ്ധ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും നിരവധി ഇസ്ലാമിക സൈനികർ പങ്കാളികളാകുമെന്നും പാർലമെന്റ് അറിയിച്ചു. അതേസമയം ഇറാന്റെ സൈനിക വക്താവ് അബോൽ ഫാസൽ ഷേഖാർജി ട്രംപിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തി. പരമോന്നത നേതാവിനെതിരെ കൈ ഉയർന്നാൽ ആ കൈ വെട്ടിക്കളയാൻ മടിക്കില്ലെന്നാണ് വെല്ലുവിളി. دست تعرضی به سمت رهبر ما دراز بشود نه آن دست را قطع می‌کنیم قاطعانه و شجاعانه و شعار هم نیست بلکه دنیای آنها را به آتش خواهیم کشید امان را از آنها خواهیم برید هیچ منطقه امنی رو برای اونها نخواهیم گذاشت. ഇതിനിടെ ഇറാനിലെ പ്രതിഷേധക്കാർ 72 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങണമെന്ന് ദേശീയ പോലീസ് മേധാവി അന്ത്യശാസനം നൽകി. ഇല്ലെങ്കിൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. പ്രതിഷേധക്കാരെയെല്ലാം കുറ്റക്കാരായി കാണാൻ കഴിയില്ലെന്നും പലരും തെറ്റിദ്ധരിക്കപ്പെട്ടവരാണെന്നുമാണ് സർക്കാരിന്റെ വാദം. അതുകൊണ്ടാണ് കീഴടങ്ങാൻ സമയം നൽകിയതെന്നും ഇറാൻ വിശദീകരിക്കുന്നു. രാജ്യത്ത് ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ച് 11 ദിവസങ്ങൾ കഴിഞ്ഞതിനാൽ പ്രതിഷേധങ്ങളുടെ വ്യാപ്തി എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് നാസയിൽ നിന്ന് വിരമിച്ചു. 27 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷമാണ് പടിയിറക്കം. മനുഷ്യരാശിയുടെ ബഹിരാകാശ യാത്രയിൽ പുതിയ പാത തുറന്ന വ്യക്തിയാണ് സുനിതയെന്ന് നാസ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. 3 ദൗത്യങ്ങളിലായി 608 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ശേഷമാണ് സുനിത വില്യംസ് തന്റെ കരിയറിന് തിരശ്ശീലയിടുന്നത്. ഇന്നലെയാണ് നാസ വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടക്കുന്ന വനിത, ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിക്കുന്ന 6ാമത്തെ സഞ്ചാരി എന്നീ റെക്കോർഡുകളാണ് ഈ 60-കാരിയുടെ പേരിലുള്ളത്. ഇന്ത്യൻ വംശജയായ സുനിത 1998 നാസയിൽ ചേരുന്നത്. 2006 ഡിസംബറിലാണ് ഇവർ ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. STS-116 ക്രൂവിനൊപ്പം ഡിസ്കവറി ബഹിരാകാശ വാഹനത്തിലായിരുന്നു യാത്ര. കന്നി ബഹിരാകാശ ദൗത്യത്തിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ ചുമതലയായിരുന്നു സുനിത വില്യംസിന്. 2021 അടുത്ത യാത്ര. ഈ ദൗത്യത്തിൽ 127 ദിവസം സുനിത ISS-ൽ ചെലവഴിച്ചു. എക്സ്പെഡിഷൻ 33 സംഘത്തിനൊപ്പം സ്പേസ് സ്റ്റേഷൻ കമാൻഡർ കൂടിയായിരുന്നു സുനിത വില്യംസ്. ബുഷ് വിൽമോറിനൊപ്പം ഏറ്റവും ഒടുവിലായി നടത്തിയ ബഹിരാകാശവാസം 10 ദിവസത്തേക്കാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും 286 ദിവസം നീണ്ടു. ബഹിരാകാശ പേടകത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചതോടെയാണ് മടക്കയാത്ര നീണ്ടത്. 3 യാത്രകളിലായി ആകെ 9 തവണ സുനിത ബഹിരാകാശത്ത് നടന്നു. ആകെ സമയം 62 മണിക്കൂർ. നാസയുടെ ബഹിരാകാശ നടത്തക്കാരുടെ പട്ടികയിൽ 4ാമതും ബഹിരാകാശ യാത്രികമാരുടെ പട്ടികയിൽ സുനിത 1ാമതുമാണ്. ബഹിരാകാശത്ത് മാരത്തൺ ഓട്ടവും
സുനിതയുടെ പേരിൽ തന്നെ. ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് സുനിത വില്യംസിന്റെ വിരമിക്കൽ വാർത്ത പുറത്തുവന്നത്. മനുഷ്യരാശിയുടെ ബഹിരാകാശ യാത്രയിൽ പുതിയ പാത തുറന്ന വ്യക്തിയാണ് സുനിതയെന്ന് നാസ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. ചന്ദ്രനിലേക്ക് നടക്കാനിരുന്ന ആർടെമിസ് ദൗത്യത്തിനും ഭാവി ചൊവ്വ ദൗത്യങ്ങൾക്കും അടിസ്ഥാനമൊരുക്കിയതിൽ സുനിതയുടെ പങ്ക് വലുതാണെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐസക്മാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബംഗ്ലാദേശിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളോട് തിരിച്ചുവരാൻ ആവശ്യപ്പെട്ട് ഇന്ത്യ. രാജ്യത്ത് നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സാഹചര്യം വഷളാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. അതേസമയം ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ സേവനങ്ങൾ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ചോട്ടോഗ്രാം, ഖുൽന, രാജ്ഷാഹി, സിൽഹൈറ്റ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ പോസ്റ്റുകളുടെ സേവനങ്ങളും മാറ്റമില്ലാതെ തുടരും. നിലവിൽ ഒരു ഹൈക്കമ്മീഷണറും 4 അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണർമാരുമാണ് ബംഗ്ലാദേശിൽ തുടരുന്നത്. ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ സേവനം താൽക്കാലികമായി നിർത്തിയെങ്കിലും പിന്നീട് പുനരാരംഭിക്കുകയായിരുന്നു. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാവ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളിപ്പറയില്ല. മതരാഷ്ട്രവാദത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്തിക്കേണ്ടത്? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. MS അനീഷ് കുമാർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, കോൺഗ്രസിനെ പ്രത്യേകിച്ച് VD സതീശിനെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് ഈ പ്രസ്താവന എന്ന് പറയാം. മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു എന്ന് ക്ലീൻ ചിറ്റ് കൊടുത്തത് VD സതീശനാണ്. എന്താണ് ഈ പ്രസംഗത്തിൽ മതരാഷ്ട്രവാദത്തെ ന്യായീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ? രേണുക, ഇത് 2-3 വർഷം മുമ്പ് നടത്തിയ പ്രസംഗമാണ്. പക്ഷേ അതിന് ശേഷം പിന്നീട് VD സതീശനടക്കമുള്ള UDF നേതാക്കൾ പറയുന്നു മതരാഷ്ട്രവാദം എന്നത് ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നില്ല. ഇന്ത്യൻ രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ചിന്തകൾ അവർക്കില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ CPM പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിക്കുന്നതിന് അവരുടെ മതരാഷ്ട്രവാദം എന്ന ഒരു ആശയഗതിയെ ഊന്നി അല്ലെങ്കിൽ അതിനെതിരായ പ്രവർത്തനം എന്ന രീതിയിൽ തന്നെയാണ്. ഇതിന് വിരുദ്ധമായാണ് കഴിഞ്ഞ ദിവസം ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ നേരത്തെ കേട്ട പ്രസംഗത്തിൽ തന്നെ ഇസ്ലാമിക രാഷ്ട്രീയവാദം എന്ന കാര്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും ഇതില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. VD സതീശൻ പറഞ്ഞതുപോലെ അത്തരമൊരു രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി മാറിയിട്ടില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളിപ്പറയുമോ എന്ന ചോദ്യവുമായാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ പ്രവാചകനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപകൻ. അതിൻ്റെ ആസ്ഥാനം മദീനയായിരുന്നു. ഒരു തുള്ളി ചോര പോലും ചിന്താതെയാണ് സ്ഥാപിതമായത്. അതിൻ്റെ നായകനെ അന്നാട്ടുകാർ സ്വാഗതമോദി സ്വീകരിക്കുകയായിരുന്നു, തങ്ങളുടെ ഭരണാധികാരിയാക്കുകയായിരുന്നു, തങ്ങളുടെ നാടിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകുകയായിരുന്നു. ഒരു ആദർശാധിഷ്ഠിത മാനവിക ബഹുസ്വര രാഷ്ട്രമായിരുന്നു എന്നും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ വിമർശിക്കുന്നവർ അതിനെ പഠനവിധേയമാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മുത്തുനബിയെ ഇത്തിരിയെങ്കിലും സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസികൾക്കും അതിനെ തള്ളിപ്പറയാൻ കഴിയില്ല. അതായത് ഇസ്ലാമിക രാഷ്ട്രമെന്ന വാദത്തെ ഈ മുത്തുനബിയിൽ ഇത്തിരിയെങ്കിലും വിശ്വസിക്കുന്ന ആളുകൾക്ക്, സത്യവിശ്വാസികൾക്ക് തള്ളിപ്പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളിൽ ഒരാൾ തന്നെയാണ്. പുറത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. രാഷ്ട്രീയ വൃത്തങ്ങളിൽ, മുന്നണി വൃത്തങ്ങളിലൊക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ഈ മതരാഷ്ട്രവാദം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവാദം എന്ന ആശയഗതി പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നത്. പക്ഷേ ഇത്തരമൊരു ചിന്തയ്ക്ക് പോലും ഇടവില്ലാത്ത വിധം ഇസ്ലാമിക രാഷ്ട്രവാദം എന്നത് തങ്ങളുടെ പദ്ധതികളിലുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേരത്തെ പ്രസംഗിച്ച വാക്കുകളിലും ഒപ്പം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഫേസ്ബുക്ക് പോസ്റ്റിലും ഉള്ളത്. രേണുക, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്ക് ജാമ്യമില്ല. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർക്കാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത്. ദ്വാരപാലകപാളി, കട്ടിളപ്പാളി കേസുകളിലെ ജാമ്യാപേക്ഷകളാണ് തള്ളിയത്. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ 3 പ്രധാന പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷകൾ തള്ളി. ഒപ്പം തന്നെ കേസിലെ 11ാം പ്രതിയും സ്വർണ്ണ വ്യാപാരിയുമായ നാഗ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ ആണ് ഈ 3 പേരുടെയും ജാമ്യാപേക്ഷകൾ തള്ളിയത്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ പങ്കില്ലെന്നും ഭരണപരമായ തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അഡ്മിനിസ്ട്രേറ്ററും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും മുരാരി ബാബുവും ഈ ജാമ്യാപേക്ഷയിൽ വാദം ഉന്നയിച്ചത്. ശബരിമലയിലേക്ക് 1,40,00,000 രൂപ സ്പോൺസർ ചെയ്ത ആളാണ് താനെന്നും സ്വർണം കവർന്നെടുക്കേണ്ട കാര്യമില്ലെന്നുമാണ് ഗോവർദ്ധൻ ഹൈക്കോടതിയെ അറിയിച്ചത്. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു ഹൈക്കോടതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് അതിജീവിത ഹൈക്കോടതിയിൽ. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ അതിജീവിതയുടെ മറുപടി സത്യവാങ്മൂലം. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരനായ ലൈംഗിക കുറ്റവാളിയാണെന്നും ഗർഭിണിയായിരിക്കെ മൃഗീയമായി പീഡിപ്പിച്ചുവെന്നും മറുപടി സത്യവാങ്മൂലത്തിലുണ്ട്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ശക്തമായ വാദങ്ങൾ ഉയർത്തിയാണ് അതിജീവിത ഈ ജാമ്യം നൽകരുത് എന്നൊരു കാര്യം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എപ്പോഴേക്ക് കോടതിയുടെ ഈ വിഷയത്തിലുള്ള തീരുമാനം ഉണ്ടാകും? രേണുക, ഉച്ചയ്ക്ക് ശേഷം കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ നീക്കമാണ് അതിജീവിത നടത്തിയിരിക്കുന്നത്. കാരണം ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ തൻ്റെ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു. അതിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നു എന്തെല്ലാം പീഡനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സഹിക്കേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വിവരിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. താൻ ഗർഭിണിയായിരിക്കുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ക്രൂരമായ രീതിയിലുള്ള പീഡനങ്ങൾ തനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല, മറ്റ് കേസുകളിലടക്കം പ്രതി വേറെയും കേസുകളുണ്ട്. ഇനിയും കേസുകളിലേക്ക് വരാനുള്ളൊരു സാധ്യതകളുണ്ട്. വളരെ ക്രൂരനായ ഒരു കുറ്റവാളി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന അതിജീവിത തന്നെയാണ് കോടതിയിലേക്ക് സമർപ്പിക്കപ്പെട്ട അപേക്ഷയിലേക്ക് പറയുന്നത്. ഏതായാലും ഈ അപേക്ഷകളെല്ലാം തന്നെ ഇവർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ അത് പരിഗണിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ കേസിൽ നേരത്തെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും 3ാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആദ്യ കേസിൽ സമർപ്പിക്കപ്പെട്ട അപേക്ഷയിലാണ് പിന്നീട് കേസ് പരിഗണിക്കും വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന കോടതി നിർദ്ദേശമുണ്ടായത്. ഏതായാലും ആ കേസിൽ തന്നെ ആ ഒരു കോടതി നടപടിയിൽ തന്നെയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നടപടി ചോദ്യം ചെയ്ത രാഹുൽ മാങ്കൂട്ടമാണ് ഹൈക്കോടതിയിലേക്ക് ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും ഈ കേസിൽ ഈ അതിജീവിതയുടെ വാദങ്ങളെല്ലാം തന്നെ കോടതി പരിഗണിക്കപ്പെടും. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിലൊരു തിരിച്ചടി നേരിടാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ജാമ്യാപേക്ഷയുമായി പോകുമ്പോൾ ഇതിൽ ഈ കേസ് പരിഗണിക്കും വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരുന്നത്. അത്തരം ഒരു ഉപാധി കോടതി പിൻവലിക്കുകയാണെങ്കിൽ മറ്റു കേസുകളിലും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രേണുക, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. സണ്ണി ജോസഫ് പേരാവൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ KPCC അധ്യക്ഷന്റെ ചുമതല കൈമാറ്റം നേതൃത്വത്തിന്റെ സജീവ പരിഗണനയിൽ. സാമുദായിക സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാകും തീരുമാനം. സാധ്യതാ പട്ടികയിൽ ആന്റണി എംപിക്കാണ് മുൻതൂക്കം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കപ്പിനും ചുണ്ടിനുമിടയിൽ ഒരിക്കൽ നഷ്ടമായ അധ്യക്ഷ പദവിയാണ് നിർണായക തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരുങ്ങുന്നതിനിടെ ആന്റണിയെ തേടിയെത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ സണ്ണി ജോസഫ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറിയാൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാൾക്ക് പകരം ചുമതല കൈമാറിയേക്കുമെന്നായിരുന്നു സൂചന. AP അനിൽകുമാറും PC വിഷ്ണുനാഥും വണ്ടൂരിലും കുണ്ടറയിലുമായി വീണ്ടും ജനവിധി തേടുന്ന പശ്ചാത്തലത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ശേഷിക്കുന്ന ഷാഫി പറമ്പിൽ MPക്ക് താൽക്കാലിക ചുമതല കൈമാറാനായിരുന്നു ആദ്യഘട്ട ചർച്ചകൾ. എന്നാൽ ന്യൂനപക്ഷ പ്രീണനം തുടർച്ചയായി കോൺഗ്രസിനെതിരെ ഇടതുപക്ഷം പ്രചാരണായുധമാക്കുന്ന പശ്ചാത്തലത്തിൽ ഈ നീക്കത്തിൽ ദേശീയ നേതൃത്വം പുനരാലോചന നടത്തുകയായിരുന്നു. MPമാർക്ക് ഇളവനുവദിച്ചാൽ ഷാഫിയെയും കടുത്ത പോരാട്ടം നടക്കുന്ന വടക്കൻ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ പരിഗണിച്ചേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെത്തിക്കാനുള്ള നീക്കം അനിശ്ചിതത്വത്തിലായതോടെ
ക്രൈസ്തവ സഭകളുടെ പിന്തുണ കൂടി മുന്നിൽ കണ്ടാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള ക്രൈസ്തവ മുഖത്തെ പാർട്ടിയുടെ നിർണായക പദവിയിലേക്ക് നിയോഗിക്കാനുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്നത്. ഇതോടെയാണ് പത്തനംതിട്ട MP കൂടിയായ ആന്റോ ആന്റണിക്ക് സാധ്യതയേറിയത്. സിറോ മലബാർ, മർത്തോമ, പ്രൊട്ടസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ആന്റോ ആന്റണിക്കുള്ള വ്യക്തിബന്ധം മധ്യ കേരളത്തിൽ UDFന് അനുകൂലമാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ KPCC അധ്യക്ഷന്റെ ചുമതല ആന്റോ ആന്റണിക്ക് കൈമാറുന്നതിലൂടെ സാധ്യമാകുമെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരള യാത്രയ്ക്ക് പിന്നാലെ KPCC അധ്യക്ഷന്റെ ചുമതല മാറ്റവും ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മന്ത്രി അബ്ദുൾ റഹ്മാനിക്കുറി തവനൂരിൽ നിന്ന് മത്സരിക്കാൻ സാധ്യത. KT ജലീൽ മത്സരിക്കുന്നില്ലെന്ന് അറിയിച്ചതോടെയാണ് ഈ നീക്കം സജീവമായത്. താനൂരിൽ നിന്ന് കഴിഞ്ഞ തവണ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് അബ്ദുൾ റഹ്മാൻ വിജയിച്ചത്. തവനൂരും താനൂരും സ്വതന്ത്ര പരീക്ഷണത്തിൽ ഇടതുപക്ഷം ജയിച്ചു കയറിയ മണ്ഡലങ്ങളാണ്. രണ്ടിടത്തും സ്ഥാനാർത്ഥികൾ മാറ്റമുണ്ടായില്ല. തവനൂരിൽ KT ജലീലും താനൂരിൽ V അബ്ദുറഹ്മാനും. എന്നാൽ ഇത്തവണ V അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും വിലയിരുത്തുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞ വോട്ടുകൾ, പല വോട്ട് ബാങ്കുകളുണ്ട്. UDFിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുണ്ട്, ലീഗ് വിരുദ്ധത കൊണ്ട് അദ്ദേഹത്തിനൊപ്പം നിന്ന മറ്റു പല വിഭാഗങ്ങളുടെയും SDPയുടെ അടക്കം വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പരസ്യമായി സമ്മതിച്ചൊരു കാര്യമാണ്. SDPയും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് ഇത്തവണ നേടാൻ കഴിയില്ല. UDFിലെ ഐക്യവും അതേപോലെ തന്നെ പ്രാദേശികമായിട്ട് ചില പ്രശ്നങ്ങളും അവിടെ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്നൊരു വിലയിരുത്തലാണ് പ്രധാനമായിട്ടുള്ളത്. പ്രത്യേകിച്ച് താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയും ആ ബോട്ട് ദുരന്തത്തിന് കാരണക്കാരായവരും അദ്ദേഹവും തമ്മിൽ V അബ്ദുറഹ്മാനും തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ താനൂരിൽ ചർച്ചയായിരുന്നു. അത് പ്രാദേശികമായിട്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വികാരമായിട്ട് അവിടെ ആ സമയത്തൊക്കെ ഉയരുകയും ചെയ്യുന്നത് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഘടകങ്ങൾ കൊണ്ട്, അതായത് UDFിൽ നിന്നും ലീഗ് വിരുദ്ധത കൊണ്ട് മറ്റു പാർട്ടികളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന അല്ലെങ്കിൽ മുൻപ് കിട്ടിയിരുന്ന വോട്ടുകൾ ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല എന്നൊരു വിലയിരുത്തലാണ് താനൂരിൽ പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള ഒരു വികാരവും. ഇത് രണ്ടും കാരണം അദ്ദേഹം താനൂരിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പകരം തവനൂരാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധ്യതയുള്ള ഒരിടം. അവിടെ നിലവിൽ KT ജലീൽ ഇനി മത്സരിക്കാനില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ്. ഇടയ്ക്ക് അദ്ദേഹം വീണ്ടും മത്സരിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഇനി മത്സരിക്കാനില്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം അവിടെ V അബ്ദുറഹ്മാൻ മത്സരിക്കട്ടെ എന്നൊരു കാര്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, തവനൂരും സ്വതന്ത്ര പരീക്ഷണം കൊണ്ട് ഇടതുപക്ഷം വിജയിച്ചു കയറുന്ന മലപ്പുറം ജില്ലയിലെ ഒരു മണ്ഡലമാണ്. കൃത്യമായ കോൺഗ്രസിനും ലീഗിനും അതുപോലെ BJPക്കും കൃത്യമായ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഒരിക്കലും ഇടതുപക്ഷത്തിൻ്റെ സ്വന്തം വോട്ടുകൾ കൊണ്ട് വിജയിക്കാൻ കഴിയുകയില്ല. സ്വതന്ത്ര ചിഹ്നത്തിലുള്ള പരീക്ഷണം അവിടെ അതുകൊണ്ട് മാത്രമേ അവിടെ വിജയിച്ചു കയറാൻ കഴിയുകയുള്ളൂ. ജലീലിനെ പോലെ തന്നെ UDFിലെ വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ നേടാൻ സാധ്യതയുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് V അബ്ദുറഹ്മാൻ. അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാവാണ്. അദ്ദേഹത്തിന് അവിടെ ബന്ധങ്ങളുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബന്ധങ്ങൾ അവിടെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് ഉപയോഗപ്പെടും. ജലീൽ അല്ലെങ്കിൽ പിന്നെ അവിടെ വിജയിക്കാൻ കഴിയുന്നത് അബ്ദുറഹ്മാനാണ് എന്നൊരു നിലപാടാണ് ജലീലും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ V അബ്ദുറഹ്മാൻ തനിക്ക് പകരം തവനൂർ മത്സരിക്കട്ടെ എന്നൊരു നിലപാട് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു രണ്ട് കാര്യങ്ങളും, തവനൂരിൽ വിജയിച്ച് കയറണമെങ്കിൽ സ്വതന്ത്ര നിലപാടുള്ളൊരു വ്യക്തി വേണം. അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ UDFിൻ്റെ വോട്ടുകൾ കൂടി ഭിന്നിക്കാൻ കഴിയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയാകണം. അത് ജലീൽ അല്ലെങ്കിൽ V അബ്ദുറഹ്മാനാണ് എന്നൊരു നിലപാടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമാണ് ജലീൽ നേതൃത്വത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ താനൂരിലെ സാഹചര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ UDFിന് വലിയ ആത്മവിശ്വാസമാണുള്ളത്. അവിടെ UDFിൻ്റെ യുവ നേതാക്കൾ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ പ്രാദേശികമായുള്ള ചില പ്രശ്നങ്ങളും അവിടെ ഇടതുപക്ഷത്തിന് തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം മണ്ഡലം മാറാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ. അതിനൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ കൂടി ഒരു ഇടതുപക്ഷത്തിന് റെഡ് സിഗ്നൽ നൽകുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ UDF 16,000-ലധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിന്നു. തവനൂരിലാണെങ്കിൽ 9,000-ലധികം വോട്ടുകൾക്ക്. രണ്ടിടത്തും UDF തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതായത് വലിയൊരു മേൽക്കൈ രണ്ടിടത്തും ഇടതുപക്ഷത്തിന് അവകാശപ്പെടാനാവില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും തവനൂരിൽ പല പഞ്ചായത്തുകളിലും നേരിയ വ്യത്യാസത്തിലാണ് LDFും UDFും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ UDFിൽ വോട്ട് ഭിന്നിപ്പിക്കാൻ V അബ്ദുറഹ്മാനെ പോലെ ഒരാൾക്ക് സാധിക്കുമെന്നൊരു വിലയിരുത്തൽ ഇടതുപക്ഷത്തിനുണ്ട്. ആ കാര്യം കൂടി V അബ്ദുറഹ്മാനെ തവനൂരിലേക്ക് പരിഗണിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് തന്നെ വേണം കാണുവാൻ. ഒപ്പം UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ സന്ദീപ് വാര്യരുടെ പേരൊക്കെ അവിടെ സജീവമായി ചർച്ചയിൽ ഉയരുന്ന കാര്യങ്ങളാണ്. അതേപോലെ PT ജയമോഹനെ പോലെയുള്ള അവിടുത്തെ മേഖലയിലെ നേതാക്കൾ. അങ്ങനെ ഒരു BJPയുടെ വോട്ടുകൾ കൂടി
അവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യം വന്നാൽ, സന്ദീപ് വാര്യർക്ക് വന്നാൽ അങ്ങനെ ഒരു കാര്യമാണ് വിലയിരുത്തുന്നത്. BJPയുടെ വോട്ടുകൾ സന്ദീപ് വാര്യരെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ലഭിച്ചേക്കുന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഇടതുപക്ഷത്തിനുള്ളത്. ആ ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടെ സ്വതന്ത്ര നിലപാടുള്ളൊരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത്. ഈ ചർച്ചകളൊക്കെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വി അബ്ദുറഹ്മാൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തവനൂരിൽ മത്സരിച്ചേക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. പക്ഷേ രാഷ്ട്രീയമാണ്, മാറാനും മാറിമറിയാനൊക്കെ സാധ്യതകളുണ്ട്. പല പേരുകളും സജീവമായി ചർച്ചയ്ക്ക് വരുന്നുണ്ടെങ്കിലും വിജയസാധ്യത മുൻനിർത്തിയുള്ള ഒരു പരീക്ഷണമാണ് അവിടെ നടത്തുന്നതെങ്കിൽ അവിടെ വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് പകരം തവനൂരിലേക്ക് മാറുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജലീൽ മത്സരിക്കുമോ അതോ മണ്ഡലം മറ്റേതെങ്കിലും അദ്ദേഹം സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ ഇനി ഉത്തരം വരെ കിട്ടേണ്ട ചോദ്യങ്ങളായിട്ട് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ താനൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ തവനൂരിലേക്ക് മാറാനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, News 18. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി KM ഷാജി എത്തുമെന്ന പ്രചരണത്തിനിടെ പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥിയെത്താനുള്ള സാധ്യത തള്ളി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട മാഹിൻ ഹാജി. BJPയുമായി നേർക്കുനേർ മത്സരം നടക്കുന്ന ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും തദ്ദേശീയർ തന്നെ വേണമെന്നതാണ് പൊതു അഭിപ്രായമെന്ന് അദ്ദേഹം News 18നോട് പറഞ്ഞു. എല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെയാകും സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കുക എന്നും UDF ചെയർമാൻ കൂടിയായ മാഹിൻ ഹാജി കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരവും അതുപോലെ തന്നെ കാസർഗോഡും വർഷങ്ങളായി ലീഗിന്റെ സ്വന്തം മണ്ഡലമാണ്. ഇത്തവണയും വാശിയേറിയ മത്സരമാണ് നടക്കുന്നതെങ്കിലും ഈ 2 മണ്ഡലവും നിലനിർത്താനാകും തന്നെയാണ് മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും മുസ്ലിം ലീഗിൽ ഏതാണ്ട് തീരുമാനം ആവുന്നുണ്ട്. ഏതായാലും പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന ഒരു സംസാരമുണ്ടായിരുന്നു. പക്ഷേ ഏതൊക്കെ രീതിയിലാണ് ആ കാര്യങ്ങളെന്ന് സംസാരിക്കാൻ നമ്മോടൊപ്പം UDFന്റെ ജില്ലാ ചെയർമാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമായ കല്ലട്ര മാഹിൻ ഹാജി തന്നെ ചേരുന്നു. എന്തായാലും 2 നിയമസഭാ മണ്ഡലം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്, പോരാട്ടം നടക്കുന്നതാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? ഇത്തവണ മഞ്ചേശ്വരമാണ് കുറച്ച് ചെറിയൊരു മാർജിനിൽ വിജയിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ 800ഓളം വോട്ടുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് 10,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് മഞ്ചേശ്വരത്തുള്ളത്. കാസർഗോഡ് അതുപോലെ 10,000-ത്തിന് മുകളിലാണ് എല്ലായ്പ്പോഴും ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അത് നിലനിർത്താനും വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും എല്ലാം ഉള്ളത്. ഈ കാസർഗോഡ് സ്ഥാനാർത്ഥിയെ ചൊല്ലിയാണ് പുറത്തു നിന്നും KM ഷാജി പോലുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അതിന് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂവെങ്കിലും അങ്ങനെ പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് സാധ്യതയുണ്ടോ കാസർഗോഡ്? അങ്ങനെ KM ഷാജി അത് പറയാൻ കാരണം എനിക്ക് തോന്നുന്നത് കാസർഗോഡ് ജില്ലയിൽ ഇപ്പം പല പരിപാടികളും മുസ്ലിം ലീഗിൻ്റെ പരിപാടികളിൽ KM ഷാജി പങ്കെടുക്കുന്നുണ്ട്. കാരണം KM ഷാജി നല്ലൊരു പ്രാസംഗികനാണ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ആവേശം കൊള്ളിക്കുന്ന പ്രസംഗമായതുകൊണ്ട് എല്ലാവരും ഷാജിയെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. അല്ലാതെ മത്സരിക്കാനെന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ വരുന്നത് എന്ന തോന്നൽ ഞങ്ങൾക്ക് നേതൃത്വത്തിനോ അല്ലെങ്കിൽ മറ്റ് ആർക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് ഷാജി അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജില്ലയിൽ നിന്നുള്ള ആളുകൾ വേണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ആര് സംസ്ഥാന കമ്മിറ്റി ആരെ നിയമിച്ചാലും ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അതിനെ വിജയിപ്പിക്കാനും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്നതിൽ യാതൊരു തർക്കമില്ല. ഈ എന്നെ നിൽക്കുന്ന ഇപ്പം 3 ടേമായി ഇനിയൊരു സാധ്യത, ഇനി വീണ്ടും മത്സരരംഗത്ത് എന്നെ നിലവിൽ സാധ്യതയുണ്ട്, അല്ല പുതിയ സ്ഥാനാർത്ഥി വരട്ടെ എന്നാണോ ജില്ല? അപ്പോൾ ഈ പത്രങ്ങളിൽ കാണുന്നത് ഇങ്ങനെ 3 തവണ മത്സരിച്ചവരെ ഒഴിവാക്കുമെന്നാണ്. അതല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും ഞങ്ങൾക്കില്ല. 4മതായും എന്നെ നിലയ്ക്കുന്നതിനെ പരിഗണിക്കുന്നുണ്ടെങ്കിലും അതിലും എതിർപ്പ് സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. സുരക്ഷിത മണ്ഡലമായ മട്ടന്നൂരിൽ നിന്ന് മാറ്റി UDFന് വെല്ലുവിളി ഉയർത്തുന്ന മറ്റേതെങ്കിലും മണ്ഡലത്തിൽ KK ശൈലജയെ മത്സരിപ്പിക്കാൻ CPMൽ ആലോചന. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിനിധീകരിക്കുന്ന പേരാവൂരാണ് ആദ്യ പരിഗണനയിൽ. CPM സിറ്റിംഗ് സീറ്റായ കാസർഗോഡ് ജില്ലയിലെ ഉദുമയും പരിഗണനയിലുണ്ട്.
തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പാക്കാൻ എല്ലാ വഴികളും തേടാനാണ് CPMന്റെ തീരുമാനം. അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മുതിർന്ന നേതാക്കളെ പോലും വീണ്ടും മത്സരരംഗത്തേക്ക് ഇറക്കാൻ CPM ആലോചിക്കുന്നത്. അതിനൊപ്പമാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ MLA-മാരായവരും നേരത്തെ MLA-മാരായിരുന്നവരുമൊക്കെ മത്സരിക്കുമ്പോൾ ഇത് പാർട്ടി കോട്ടകളിൽ മാത്രം ഒതുങ്ങാതെ പാർട്ടിക്ക് ഈ നേതാക്കൾ മത്സരിച്ചാൽ വിജയിച്ചു വരാവുന്ന പിടിച്ചെടുക്കാവുന്ന മണ്ഡലങ്ങൾ കൂടി ആ പട്ടിക ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ KK ശൈലജയെ മട്ടന്നൂർ പോലുള്ള ഉറച്ച കോട്ടയിൽ പാർട്ടി കോട്ടയിൽ മത്സരിക്കുന്നതിന് പകരം മറ്റ് സീറ്റുകളിലേക്ക് മാറ്റുന്നതിൻ്റെ ആലോചനകൾ CPMൽ നടക്കുന്നത്. ശൈലജയുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാകും. അവർ ഒരുപക്ഷെ ഈ ഉറച്ച സീറ്റ് മട്ടന്നൂർ വിട്ടുപോകാൻ അവർ തയ്യാറായേക്കില്ല. അങ്ങനെയെങ്കിൽ അവർ അവിടെ തന്നെ മത്സരിക്കും. അല്ലെങ്കിൽ പേരാവൂരിൽ KPCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ ശൈലജ മത്സരിച്ചാൽ നമുക്ക് ഏത് സാഹചര്യത്തിലും ഏത് മണ്ഡലത്തിലും മത്സരിപ്പിക്കാൻ കഴിയുന്ന അപൂർവം ചില CPM നേതാക്കളിലൊരാളായാണ് CPM നേതൃത്വം KK ശൈലജയെ കാണുന്നത്. വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെതിരെ മത്സരിക്കുമ്പോൾ അത് പക്ഷേ തിരിച്ചടിയായി മാറുകയായിരുന്നു. എന്നാലും ശൈലജയുടെ ജനപ്രീതി നഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് വലിയ ജനപ്രീതിയുള്ള നേതാവ് തന്നെയാണ്. അതുകൊണ്ടാണ് പേരാവൂർ പോലുള്ള മണ്ഡലങ്ങളിൽ ശൈലജ മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ CPM തേടുന്നത്. മാത്രമല്ല മട്ടന്നൂരിൽ ഒരുപക്ഷെ ശൈലജ മാറിയാൽ അവിടെ EP ജയരാജനെ ഒന്നുകൂടി മത്സരിപ്പിക്കാനുള്ള സാധ്യതകൾ തുറന്നു വരും. അതുമല്ലെങ്കിൽ മട്ടന്നൂർ മണ്ഡലത്തിലുള്ള DYFI നേതാവ് സനോജിനെ അവിടെ മത്സരിപ്പിക്കാം. മറ്റൊരു മണ്ഡലം സജീവമായ CPM ശൈലജയ്ക്ക് വേണ്ടി പരിഗണിക്കുന്നത് കാസർഗോഡുള്ള ഉദുമയാണ്. ഉദുമയിലും CPMന് അത്ര പെട്ടെന്ന് CPM തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലമാണെങ്കിൽ പോലും അവിടെയും വെല്ലുവിളി ഉണ്ടായേക്കാവുന്ന മണ്ഡലമാണ്. ശൈലജ എത്തിയാൽ അത് അനായാസം ജയിക്കാമെന്ന് CPM കണക്കുകൂട്ടുന്നു. അതുകൊണ്ടാണ് ഉദുമയും പേരാവൂർ പോലെയുള്ള മണ്ഡലങ്ങൾ ശൈലജയ്ക്ക് വേണ്ടി CPM പരിഗണിക്കുന്നത്. എന്നാൽ അന്തിമ തീരുമാനത്തിലേക്ക് ഇത് എത്തിയിട്ടില്ല. എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചാകും CPM അത്തരം തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. എറണാകുളം കോതമംഗലം പൈങ്ങോട്ടൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് കൂട്ടമർദ്ദനം. 4 പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. പൈങ്ങോട്ടൂർ ബസ് സ്റ്റാൻഡിന് സമീപം ഒരാഴ്ച മുൻപായിരുന്നു സംഭവം. ദിവസങ്ങൾക്ക് മുൻപ് മർദ്ദനമേറ്റ കുട്ടിയുടെ പിതാവിന്റെ പരാതിയെ തുടർന്ന് മർദ്ദിച്ച കുട്ടികളെയും രക്ഷകർത്താക്കളെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു. ചർച്ചയിൽ പരാതി ഒത്തുതീർപ്പാക്കിയതാണ്. എന്നാൽ പിന്നീട് മർദ്ദന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വീണ്ടും പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. കേസിൽ ജുവനൈൽ ആക്ട് പ്രകാരമായിരിക്കും നടപടി സ്വീകരിക്കുക. പാലക്കാട് വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മണ്ണാർക്കാട് കടമ്പഴിപ്പുറം കോണിക്കഴി സ്വദേശികളായ ബിബിത്, സുജിത് എന്നിവരാണ് മരിച്ചത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കല്ലടിക്കോട് കാഞ്ഞിരക്കുളം ഭാഗത്തു വെച്ചാണ് ഓട്ടോറിക്ഷ മറിഞ്ഞത്. മണ്ണാർക്കാടേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ കാഞ്ഞിക്കുളം ഭാഗത്ത് വെച്ചാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. വണ്ടിയിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബിബിത്ത് മരിച്ചിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് സുജിത്ത് മരിച്ചത്. കോട്ടയത്ത് മദ്രസയിലേക്ക് പോയ വിദ്യാർത്ഥികളെ തെരുവുനായ ഓടിച്ചു. ഈരാറ്റുപേട്ട തെക്കേക്കരയിൽ ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയതിനാൽ തലനാരിഴയ്ക്കാണ് കുട്ടികൾ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. വിദ്യാർത്ഥികൾ ഓടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ വീട് തകർന്നു. മുള്ളരിങ്ങാട് സ്വദേശി ജോണിയുടെ വീടാണ് തകർന്നത്. വീടിന് മുകളിലേക്ക് കാട്ടാന മരം തള്ളിയിടുകയായിരുന്നു. ജോണിയും ഭാര്യയും വീട്ടിലില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.